ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു, അമ്മ തകർത്തത് മാഡത്തിന്റെ മനസ്സ് മാത്രമല്ല, എന്റെയും കൂടിയാ. എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കുക. രാജു വിഷമിക്കാതെ. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും മാഡം? ഞാൻ ഇവിടെ ഉള്ളപ്പോ മാഡത്തോട് അമ്മ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോ എന്തായിരിക്കും? രാജു ഇല്ലാത്തപ്പോ രാധമ്മ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മാഡം അത് പറയാതിരിക്കുന്നല്ലേ? അല്ല രാജു, അമ്മ എനിക്ക് ജീവനാ. എന്നുവെച്ച് അമ്മ കാണിക്കുന്ന എന്തും ശരിയാണെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? മോളെ, ഇത് കുടിക്കും മോളെ. അയ്യോ, എനിക്ക് പാലൊന്നും വേണ്ട വല്യമ്മേ. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നും കഴിക്കാത്തതല്ലേ. ഇത് കുടിക്കേ. വേണ്ട വല്യമ്മേ. കുടിക്ക്. ഇത് മോളുടെ മുത്തശ്ശി തരുന്നതായിട്ട് കരുതിയാ മതി. ഇതാ കുടിക്കേ. കുടിക്ക്. കുടിക്ക്. കുടിക്കു മോളെ. ഇനി സമാധാനമായിട്ട് രണ്ടുപേരും കിടന്നുറങ്ങ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഇടയിൽ ഇതൊന്നും ഒന്നുമല്ല. പോട്ടെ. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുമ്പം തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതാ എന്ത് സ്നേഹമുള്ള വല്യമ്മ അല്ലേ? എന്നൊരു കൊച്ചുമോളെ പോലെ കരുതുന്ന. മയക്കി പാലും പഞ്ചസാര വരെ എത്തി. എന്നിട്ട് കാര്യമായിട്ട് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. എന്ത് നീ ഉദ്ദേശിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മേ, 10ഉം 15 നമുക്ക് കിട്ടിയാ മതിയോ? ലക്ഷങ്ങളാ നമുക്ക് വേണ്ടത്. അല്ല, ഈ കൊട്ടാരം തീരടി മേടിക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും കണ്ടില്ല. എടാ, ഇരുന്നിട്ട് വേണം കാല് നീട്ടേണ്ടത്. ഇരിക്കുമ്പോ കാല് നീട്ടിയാലേ അലച്ചു തല്ലി താഴെ വീഴും. ഈ എക്സാമ്പിൾ എന്തിനാ ഇപ്പൊ പറഞ്ഞെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എടാ, ഒറ്റയടിക്ക് ഇതെല്ലാം ചോദിച്ചാ തട്ടിപ്പാണെന്ന് ഏത് മണ്ടന് മനസ്സിലാവത്തില്ലയോ? അതുകൊണ്ട് വളച്ച് വളച്ച് ഒടുവില് കൊട്ടാരം. അത് കൊള്ളാം. ആദ്യം സ്നേഹം കൊണ്ട് തുലാഭാരം, അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാവോ. പിന്നെ അതിന്റെ മുന്നോടിയായിട്ട് നാളെ ഒരു മുന്തിയ ഹോട്ടലിൽ ഇതിനെയും വളച്ചോണ്ട് പോവാം. അവളുടെ ചെലവ്. അല്ലാതെ നമ്മുടെ കാശ് വല്ലതും കൊണ്ടാ? അത് ഓക്കെ.